ഇന്ന് നല്ല ഒരു ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. നമുക്ക് കഞ്ഞിയുടെ കൂടെയെല്ലാം ഒരു അടിപൊളി റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ കനം കുറച്ചരിഞ്ഞ ഒരു സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളി ആണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ചതച്ച മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി കഴുകി വൃത്തിയാക്കി കനം കുറച്ച് അരിഞ്ഞ ഏത്തയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഏത്തയ്ക്ക കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം മൂത്ത ഏത്തയ്ക്ക ആയതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. അധികം മൂക്കാത്തതാണെങ്കിൽ വെള്ളം ചേർക്കാതെ തന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം വറ്റി വരുന്നവരെ ഒന്നുകൂടെ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്